നമ്മുടെ പി എച്ച് സിയിലെ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ചില അസുഖങ്ങൾ ഏതൊക്കെയാണ് പറയാൻ പറ്റുമോ? കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആൻഡ് ഫീവേഴ്സ്, അതാണ് കാഷ്വാലിറ്റി വൈസിൽ കോമൺ ആയി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അക്യൂട്ട് ആർവൽ ഡിസീസ് പോലെ അങ്ങനത്തെ എല്ലാ കാഷ്വാലിറ്റീസും വരും. പിന്നെ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് നമ്മൾ അതിൻ്റെ പ്രിവെൻഷൻ, ട്രീറ്റ്മെൻറ്റ് അതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ ഡെയിലി അതിന് മെഡിസിൻസ് വാങ്ങാനായിട്ടുള്ള ആൾക്കാർ വരും. അതിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്. അപ്പം അങ്ങനെ നമുക്കുള്ള മെഡിസിൻസ് കൊടുക്കും. അപ്പോൾ അതിനെ പാലിയേറ്റീവ് കെയർ എന്നുള്ള ഇതിലും കിഡ്നി ഡിസീസിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇപ്പോൾ കൂടുതൽ കാണുവാണെങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടായിട്ട് തിരിക്കാം: കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തന്നെയാണ് മെയിൻ. കുറച്ചായിട്ട് ഗ്യാസ്ട്രോ വേറെ ഇൻഫെക്ഷൻസും വരും, UTI പോലുള്ള വരും. നോൺ കമ്മ്യൂണിക്കബിളിൽ ഇതുപോലെ തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവരും വരും. അതായത് ഇതിൻ്റെയൊക്കെ നോൺ മെഡിക്കൽ കോസുകൾ എന്തൊക്കെ ആയിരിക്കാമെന്ന് ഒരു മാമിൻ്റെ ഒരു ഒപ്പീനിയനിൽ, അതായത് ഇപ്പോൾ NCD എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കാരണമായിരിക്കും, അതായത് അവർക്ക് അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ആയിരിക്കും. അതുപോലെ മാമിൻ്റെ ഒരു ഒപ്പീനിയനിൽ തന്നെ ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, പിന്നെ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. ലാക്ക് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ പോലെ ഹൈ അങ്ങനത്തെ ആൾക്കാർ വരുന്നുണ്ട്. അതായത് ഹൈ ഫുഡും അങ്ങനത്തെ ഉണ്ട്, പക്ഷെ ഒരു ഇതില്ല, എക്സസൈസ് ഇല്ലാത്തവരുണ്ട്. കൂടാതെ ഇപ്പോൾ വെരി ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലെ ആൾക്കാരാണെങ്കിലും അവർക്ക് എന്താ വെച്ചെങ്കിൽ അവരുടെ ഡയറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് ഇല്ല അവർക്ക്. അവർ കഴിക്കുന്ന അധികം കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, റൈസ്, പിന്നെ എന്തെങ്കിലും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു വൈറ്റമിനോ അതുപോലെ തന്നെ പ്രോട്ടീനോ ഒന്നും കിട്ടുന്നില്ല. വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമായിരിക്കും അവരുടെ ഡയറ്റ്. അത് ഓവറായിട്ട് കഴിച്ചിട്ടല്ല, അത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും അത് ഒരു റീസണായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നമുക്ക് TB ഉണ്ട്, മെയിൻലി എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസും നമ്മൾ നോക്കുന്നു. TB, ലെപ്രസി, മലേറിയ എല്ലാം നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് ഇതാണ്, ഫ്രീ ആണ്. അപ്പോൾ TB അത് കൂടുതലായിട്ട് ഈ TB, ലെപ്രസി, മലേറിയ നോക്കുമ്പോൾ കൂടുതലായിട്ട് TB പേഷ്യൻസ് ആണ്. അതിൻ്റെ എന്തെങ്കിലും നോൺ മെഡിക്കലായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ? TBയുടെ നോൺ മെഡിക്കലായിട്ടുള്ളത് അത് നമുക്കറിയാമല്ലോ, വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് ഇത് ലോസ് ഓഫ് പുവർ ന്യൂട്രീഷനും അതുപോലെ തന്നെ സ്മോക്കിങ്ങും, പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു കമ്മ്യൂണിക്കബിൾ ആയതുകൊണ്ട് ആൾക്കാർ ഡിലേഡ് ഇൻ ട്രീറ്റ്മെൻറ്റ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഇത് നമുക്ക് വരുന്നത്. അതിൻ്റെ ഒരു റീസണായിട്ട് ഇതുപോലെ പുവർ ന്യൂട്രീഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്മോക്കിങ്, ആൽക്കഹോളൊക്കെ ഒരു റീസണാണ്. അപ്പോഴേ നമ്മുടെ PHCയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നോൺ മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഇത്രയും നോൺ മെഡിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരു അസുഖം. നമ്മളുണ്ട്. നമ്മൾ ഇപ്പം NCDയുടെ വയസ്സിൽ എല്ലാ പേഷ്യൻറ്റും ഇവിടെ വരുമ്പോൾ അപ്പം നമുക്ക് ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള രീതിയിൽ എല്ലാ പേഷ്യൻ്റെയും BP നോക്കുന്നുണ്ട്. BP ഉള്ളവരുടെ അല്ലാത്തവരുടെ അപ്പം നമ്മളിവിടുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പ്ലസ് അവരുടെ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. BMI എല്ലാവരുടെയും ഓൾ പേഷ്യൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓളെന്ന് വെച്ചാൽ എബോ 30 ഉള്ള എല്ലാവരുടെയും നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഉള്ളത് നമ്മൾ നേരത്തെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കാൻ, ന്യൂട്രീഷൻ്റെ കാര്യങ്ങളും എല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് യോഗ ട്രെയിനിങ് നമ്മുടെ സബ് സെൻറ്റേഴ്സ് വഴി കൊടുക്കുന്നുണ്ട്. എല്ലാ സബ് സെൻറ്ററിലും എല്ലാ വാർഡിലും യോഗ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങിയിട്ട് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ന്യൂട്രീഷൻ ക്ലാസ് എല്ലാ മാസവും ഉണ്ട്. പിന്നെ ഇത് ഇവിടെ തന്നെ അല്ലാതെ നമ്മുടെ ഫീൽഡ് ലെവലിലും ഇതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അതുപോലെ ഡയബറ്റീസിൻ്റെ ഡിറ്റക്ഷൻ ഉണ്ട്.
ടെസ്റ്റിങ് എല്ലാ വാർഡിലും വാർഡ് വൈസ് അവിടെ പോയി ചെയ്യുന്നുണ്ട് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. പിന്നെ നമ്മുടെ PHC വൾണറബിൾ പോപ്പുലേഷന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മുടെ AMC മദേഴ്സിന് മൈഗ്രൻസിന് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് ക്യാമ്പുകളൊക്കെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്നു? മൈഗ്രൻസിന് മന്ത്ലി നമ്മൾ ഒരു എല്ലാ ഏരിയയിലുള്ള മൈഗ്രൻസിന്റെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അവരുടെ വർക്കറുടെ എംപ്ലോയറുടെ ഡീറ്റെയിൽസ് അടക്കം നമ്മുടെ കയ്യിലുണ്ട്. മന്ത്ലി ഒരിക്കൽ അവരുടെ നമ്മൾ ഓരോ ഏരിയ വൈസ് അവരെ നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ വൾണറബിലിറ്റി ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ മൈഗ്രൻ്റ് അല്ലാതെ തന്നെയുള്ള ഇതിപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ എല്ലാവരും വൾണറബിൾ ആണല്ലോ, അവരുണ്ട്. പിന്നെ ശൈലി ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മുടെ ഇവിടെ ഉണ്ട്. അതായത് ഹെൽത്ത് ശൈലി ആപ്പ് വഴി നമ്മൾ 30 വയസ്സ് കഴിഞ്ഞ് എല്ലാവരെയും സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അവർ വീട്ടിൽ പോയി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആശാ വർക്കേഴ്സ്. ഇത് മൈഗ്രൻസിനുണ്ടോ? ശൈലി ആപ്പ് എല്ലാവർക്കും ചെയ്യും. അതിൽ മൈഗ്രൻറ്റും പെടും. അപ്പം അതിൽ ശൈലി ആപ്പിലാണ് നമ്മൾ എബോ 30 ഒരു ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. ആ ക്വസ്റ്റ്യനേഴ്സിൽ എന്തെങ്കിലും യെസ് വരുന്നവരെല്ലാം വൾണറബിൾ ആണ്. അതായത് വൾണറബിൾ എന്ന് വെച്ചാൽ അവർ ഡയബറ്റിക്കിന് പ്രോണാണ്, ഹൈപ്പർടെൻഷന് പ്രോണാണ്, അല്ലെങ്കിൽ വേറെ ക്യാൻസർ ഡിസീസ്, ഇതെല്ലാം വൾണറബിൾ പെടുത്തിയിട്ടുണ്ട്. പ്ലസ് മൈഗ്രൻ്റ് പ്രത്യേക സ്ക്രീനിങ് നമ്മൾ വെക്കുന്നുണ്ട്. HIV ടെസ്റ്റ്, അതുപോലെ തന്നെ മലേറിയ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്ലസ്മിയർ അവർ മാസം അവർക്ക് എടുക്കുന്നുണ്ട്. കൂടാതെ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന എല്ലാ സർവീസും അവർക്കുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പ്രളയം ആ ടൈമിൽ ഒരു ഓവർബർഡൻ ആയിരുന്നില്ലേ? ഇപ്പോൾ നോർമലായിട്ടുള്ള റുട്ടീൻ ഫങ്ഷൻസ് അല്ലാതെ ഇതും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസിൻ്റെ ഹെൽത്ത് നീഡ്സ് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം എല്ലാവരും ഒരു ഹോം ഐസൊലേഷൻ ആയതുകൊണ്ട് നമ്മൾ അവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റൂട്ടീൻ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറവായിരുന്നു. കാരണം നമ്മളെല്ലാവരും കോവിഡിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ എല്ലാവർക്കും സമയം കിട്ടില്ല. പക്ഷെ എല്ലാ ഡിസീസും ആ സമയത്ത് കുറവായിരുന്നു. ഈ ഐസൊലേഷനും നമ്മുടെ മാസ്ക് എല്ലാം യൂസ് ചെയ്യുന്നു. പക്ഷെ അവരെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവരെ ഇപ്പോൾ കോവിഡ് ആണെങ്കിൽ എന്താണെങ്കിലും അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ ഏരിയയിലൊരു കോവിഡിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എന്തെങ്കിലും അവർക്ക് ഹെൽത്ത് ക്യാമ്പുകളൊക്കെ നടത്തിയിരുന്നു ഈ കോവിഡിന്റെ സമയത്ത് തന്നെ? മാം പറഞ്ഞില്ല, അവരെ നീഡ്സ് നോക്കിയിരുന്നു. അപ്പൊ ആ ടൈമില് അവർക്കായിട്ട് എന്തെങ്കിലും ക്യാമ്പുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടായിരുന്നു? വെക്കും. പിന്നെ നമ്മുടെ ഈ കോവിഡിന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ പ്രളയം ആ ടൈമുകളിൽ അതായത് ഇതിൻ്റെ റുട്ടീൻ ഫങ്ഷൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റിയത്? അതായത് ഇപ്പോൾ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ, ഇപ്പോൾ ഇത്രയും അധികം ക്ലിനിക്ക് ഇവിടെ നടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ആ ക്ലിനിക്കുകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നത്? ഇമ്മ്യൂണൈസേഷൻ നമ്മൾ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യാത്തതാണ്. പിന്നെ ഫീൽഡ് വിസിറ്റുകൾ കുറവായിരുന്നെങ്കിലും ഇവിടെ വരുന്ന അതായത് ആ സമയത്ത് OP പൊതുവെ കുറഞ്ഞു. ഐസൊലേഷൻ ആയതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരു പേഷ്യൻ സ്റ്റാഫിൻ്റെയും കൂടി ആ ഒരു സേഫ്റ്റി നോക്കിയിട്ടുള്ള ഇതുപോലെ NCD ഒന്നും നമ്മൾ മുടക്കിയിട്ടില്ല. അതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ വീട്ടിൽ മരുന്നെത്തിക്കുന്ന രീതിയാണ് ആശമാർ. വൾണറബിൾ ആൾക്കാരൊന്നും പുറത്തിറക്കാതെ തന്നെ അവർ ഒരു 3 മാസം കൂടുമ്പോൾ BP നോക്കുകയാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരുത്താറ്. ഹോസ്പിറ്റലിലേക്ക് ഇങ്ങോട്ട് ആൾക്കാർ വരുത്തൽ കുറവായിരുന്നു. അവർ വീട്ടിലെത്തിക്കാൻ വേണ്ടിയാണ് അവർ വീടുകളിൽ എത്തിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ വീടുകളിലേക്ക് എത്തിച്ച മരുന്നുകളെല്ലാം അങ്ങനെ ചെയ്തിരുന്നു അല്ലേ? പിന്നെ മാം നമുക്ക് വല്ല SOP ഉണ്ടോ? നമുക്ക് ഈ ഹെൽത്ത് എമർജൻസിയോ നാച്ചുറൽ ഡിസാസ്റ്ററോ വരികയാണെങ്കിൽ SOP ഉണ്ടോ? അത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? മെഡിക്കൽ ഓഫീസറുണ്ട്. പിന്നെ പോയിന്റ് ഓഫ് ഇത് ഓരോ പ്രൊസീജിയർ വൈസ് ആണെങ്കിൽ സ്റ്റാഫ് നഴ്സിൻ്റെ അവിടെ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിൻ്റെ അവിടെ അങ്ങനെയാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഔട്ട് ബ്രേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ ഒരു
ഒരു ഏരിയയിലായിട്ട് കമ്മ്യൂണിക്കേബിൾ ഡിസീസ് ഔട്ട്ബ്രേക്ക്? ഇല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 ഇയേഴ്സ് കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഡെങ്കു ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല തോന്നുന്നു. പിന്നെ ഇനി അടുത്തത് വന്നിട്ട് LSGD ആയിട്ട് എങ്ങനെയാണ് ഫങ്ഷൻ, മീൻസ് കൊളാബറേറ്റ് LSGD എല്ലാം നമ്മുടെ LSGD ആയിട്ട് കണക്റ്റഡ് ആണ്. ശരിക്കും LSGD കീഴിലാന്നല്ല മനസ്സിലായോ, ഒരു ഹെൽത്ത് മാനേജ്മെന്റ് HMC ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി. അതിൽ LSGD പ്ലസ് നമ്മളും കൂടി ചേർന്നതാണ്. അപ്പോൾ പേഷ്യൻസിന് നമ്മൾ OP ടിക്കറ്റ് മാത്രമാണ് ഇവിടെ പൈസ മേടിക്കുന്നത്. അപ്പോൾ തന്നെ ലാബ് ടെസ്റ്റിനും അത് രണ്ടും ഈ കമ്മിറ്റിയുടെ ഫണ്ടിലേക്കാൻ പോവുക. അവരെ ഒരു ഇതോടു കൂടി മാത്രമേ നമുക്ക് അത് ചെലവഴിക്കാൻ പറ്റില്ല. അത് ഹോസ്പിറ്റൽ സ്റ്റാഫിനല്ല പേഷ്യൻസിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. പ്ലസ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ് അവരായിട്ട് റിലേറ്റഡ് ആണ്. എന്തുണ്ടെങ്കിലും അവരെ അറിയിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അവരുടെ സപ്പോർട്ട് ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോവിഡ് ക്യാമ്പ് നടത്താനോ ഷെൽട്ടർ ക്യാമ്പുകൾക്കോ അങ്ങനത്തെ കാര്യങ്ങളിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ മൈഗ്രൻ്റ് ഹെൽത്തോ അല്ലെങ്കിൽ വൾണറബിൾ കമ്മ്യൂണിറ്റിയുടെയോ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ ഇവരുടെ എത്രത്തോളം എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു? നമ്മുടെ പഞ്ചായത്തിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു? അവരുടെ സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അവർക്ക് പറ്റുന്ന ചെയ്തു. ഈ സ്റ്റാഫ് ഷോർട്ടേജ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ പഞ്ചായത്തിന് സഹായം കിട്ടാറുണ്ടോ? സ്റ്റാഫിനെ ഇപ്പൊ അവര് ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഡോക്ടറുടെയും പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെച്ചിട്ട് തരുന്നുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഈ കണ്ടീജൻ പ്രോജക്റ്റ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ഔട്ട്റീച്ച് ഇമ്മ്യൂണൈസേഷൻ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ അവിടെ തരുന്നുണ്ട്. എക്യുപ്മെന്റ് ഒക്കെ അവര് പ്രോജക്റ്റ് വൈസ് നമുക്ക് സഹായിക്കും, അല്ലാതെ അവര് ഒത്തിരി ഫണ്ട് അങ്ങനെ കാണൂല. പിന്നെ നമ്മുടെ ഇവിടുന്ന് അവരുടെ കുറെ പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ, ഗ്രാമസഭ, അതുപോലെ വില്ലേജ് ഹെൽത്ത് സാനിറ്റേഷൻ ന്യൂട്രീഷൻ കമ്മിറ്റി ഒക്കെ ഉണ്ട്. അവിടെ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ഇവിടുന്ന് PHC ഗ്രാമസഭയ്ക്ക് അവര് ഒരു ലിസ്റ്റ് ഇടും, നമ്മുടെ സ്റ്റാഫ് ഒരാളുണ്ടാവും. പിന്നെ വില്ലേജ് ഹെൽത്ത് ന്യൂട്രീഷന്റെ കൺവീനർ നമ്മുടെ സ്റ്റാഫാണ്. പബ്ലിക് ഹെൽത്തിലെ JPHN JC ആണ് നമ്മുടെ കൺവീനർ. വില്ലേജ് ഹെൽത്ത് ന്യൂട്രീഷൻ അവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. പ്ലസ് അവിടുത്തെ LSGD മെമ്പറും പിന്നെ അവിടുത്തെ ലോക്കൽ ആൾക്കാരും ഉണ്ടാവും.